സ്നേഹമുള്ളവരെ, സ്നേഹമുള്ള അച്ഛ, എൻ്റെ പേര് ഫാദർ സക്കറിയാസ്. ഞാൻ ബോംബെയിൽ നിന്നാണ് വരുന്നത്. കൃപാസനത്തെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ കൊറോണ കഴിഞ്ഞ് വാക്സിൻ എടുത്തതിന് ശേഷം എൻ്റെ ലൈഫിൻ്റെ ടെസ്റ്റിമണി അതാണ്. വാക്സിൻ എടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി മൈ ഹെൽത്ത് വാസ് കംപ്ലീറ്റ്ലി അഫക്റ്റഡ്. എനിക്ക് ശിരസ് മുതൽ കാൽപാദം വരെ എൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായി, അതിൻ്റെ സ്വാധീനം ഉണ്ടായി എല്ലാ തരത്തിലും. പിന്നെ ഇന്നും ഇത് ഹോസ്പിറ്റലിൽ പോക്കായി, കംപ്ലീറ്റ് എൻ്റെ ശരീരം മുഴുവനും രോഗത്തിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ പോലെയായി. അവസാനം ഈ ഇത്രയും നാളത്തെ ട്രീറ്റ്മെൻറ്റുകൾക്കെല്ലാം ശേഷം അവരെ വളരെ സീരിയസ് ആയിട്ടുള്ള സിക്നസ്സുകൾ അത് ഊഹിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഫൈനലായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള സിക്നസ്സുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആകെ പേടിച്ചു പോയി. അവരിങ്ങനെ സസ്പെക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശരീരം മുഴുവനും അപ്പോൾ രണ്ട് ഫോർ ദ ലാസ്റ്റ് 3 years കണ്ടിന്യൂസ്ലി ഗോയിങ് എവറി വീക്ക്, റെഗുലർലി ഗോയിങ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്, എവറി ടൈം ടേക്കിംഗ് ഓൾ ദ ടെസ്റ്റ് ആൻഡ് എവറിഥിങ്. അത് കഴിഞ്ഞ് ഫൈനലായിട്ട് വളരെ സീരിയസ് ആയിട്ട് സസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അന്ന് രാത്രി ഉറക്കമില്ലാത്തൊരു രാത്രിയിൽ പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് മാതാവിൻ്റെ കൃപാസനത്തെ മാതാവിൻ്റെ, എനിക്ക് അത്രയും വലിയ കണക്ഷനൊന്നും അത്രയും പ്രാർത്ഥിച്ച് അങ്ങനെ ഉടമ്പടി എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഓഫീസിലെ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും ഈ മാതാവിൻ്റെ രൂപം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാറില്ല, അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റുകളും ഒക്കെ കർത്താവിൻ്റെ മുമ്പിൽ നന്നായിട്ട് ജീവിക്കുന്നു, വൈദികനായിട്ട് ജീവിക്കുന്നു, വേറെ അങ്ങനെ കമ്മിറ്റ്മെൻറ്റുകളൊന്നും എടുക്കാറൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ മാതാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എറ്റ് ദി ഏർലിയസ്റ്റ് മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. അപ്പോൾ ഡോക്ടർ ടെസ്റ്റുകൾ പറഞ്ഞതിൻ്റെ തലേ ദിവസം രാത്രിയായിരുന്നു. അപ്പോൾ ആ രാത്രിയിൽ തന്നെ അപ്പോൾ ഒത്തിരി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു മാനസികമായിട്ട്, എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഈ ടെസ്റ്റിൽ റിപ്പോർട്ടുകൾ വരിക എന്നുള്ളത്. പക്ഷേ ആ കമ്മിറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തീരുമാനം എടുത്ത നിമിഷത്തിൽ തന്നെ എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ ദേഹത്ത് ശരിക്കും നല്ല പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം വന്ന് അവിടെ വെച്ച് കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് ശരിക്കും ഉറക്കമൊന്നും കിട്ടിയിരുന്നില്ല. ആ ദിവസം തൊട്ട് മുതൽ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഭക്ഷണം നന്നായിട്ട് 8 കിലോ ഞാൻ കുറഞ്ഞു പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ടെസ്റ്റുകൾ നടത്തി ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യു ക്രിയേറ്റഡ് ഇൻ യുവർ ബോഡി. ഞാൻ പറഞ്ഞു, ഐ വാസ് ഇൻ ഫുൾ പ്രയർ, യു ക്രിയേറ്റഡ് ഇൻ യുവർ ബോഡി എ മിറക്കിൾ. ഞങ്ങൾ വിചാരിച്ചതൊന്നും അച്ഛൻ, ഞാൻ എല്ലാ റിപ്പോർട്ടും അതുവരെ ഉണ്ടായിരുന്നതിൻ്റെ മുഴുവൻ്റെയും ഓപ്പോസിറ്റായിട്ട് മൈനറായിട്ട് എല്ലാം വളരെ നോർമലായിട്ടുള്ള റിപ്പോർട്ടുകളായി. അതുപോലെ തന്നെ അന്ന് മുതൽ തൊട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഹെൽത്ത് വളരെ ഡൗൺ ആയിരുന്നു. അത് മുഴുവനും റീഗെയിൻ ചെയ്യാൻ തുടങ്ങി. മാതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്, ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു, ഇന്ന് തിരിച്ചു പോവുകയും ചെയ്യും. മാതാവിന് പ്രത്യേകം നന്ദി പറയും.